പോഷൻ പക്കോടയുടെ ഭാഗമായി ഏപ്രിൽ 16-ാം തീയതി വ്യാഴാഴ്ച സംഘടിപ്പിക്കേണ്ട പരിപാടികളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അന്നേ ദിവസം 4 പരിപാടികളാണ് സംഘടിപ്പിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പരിപാടി പ്രീ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെമ്മറി ഗെയിമാണ്. അതായത് വിവിധ തരത്തിലുള്ള പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ ചിത്രങ്ങൾ കുട്ടികളെ കാണിക്കുകയും ഓരോ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പേരും നിറവും മറ്റു പോഷക ഗുണങ്ങളും കുട്ടികൾക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്യുക. തുടർന്ന് ഇത്തരത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ചിത്രങ്ങൾ ഉയർത്തി കാണിച്ച് അതിൻ്റെ പേര് പറയാൻ ആവശ്യപ്പെടുക. ഇതാണ് മെമ്മറി ഗെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പരിപാടിയായിട്ട് സംഘടിപ്പിക്കേണ്ടത്. ജനന്തോളം ഡാഷ്ബോർഡിൽ ഈ പരിപാടി പ്ലേ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ഏർലി ഇയേഴ്സ് എന്ന തീമിൽ ഡിസ്കഷൻ ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേ ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ പരിപാടി പ്രീ സ്കൂൾ കുട്ടികളുടെ അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടത്. നമ്മുടെ അങ്കണവാടിയിലെ പുതിയ ഭക്ഷണ മെനുവിനെ കുറിച്ചും അതിൻ്റെ ആരോഗ്യ പോഷണ ഗുണങ്ങളെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഒരു പരിപാടിയിലൂടെ ചെയ്യേണ്ടത്. ഈ പരിപാടി ജനന്തോളം ഡാഷ്ബോർഡിൽ ഗാർണറിംഗ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഫോർ സ്ട്രോങ്ങർ അംഗൻവാഡീസ് എന്ന തീമിൽ ദി ബോജ് കൈൻഡ് ഓഫ് ഇവന്റ് ഫോർ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. മൂന്നാമത്തെ പരിപാടി 0 മുതൽ 6 മാസം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രോത്ത് മോണിറ്ററിംഗ് ക്യാമ്പാണ്. ഇതിൽ കുട്ടികളുടെ ഹൈറ്റ്, വെയിറ്റ് എന്നിവ കൃത്യമായിട്ട് അളന്ന് നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഗ്രോത്ത് മോണിറ്ററിംഗ് ആയിട്ട് രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. തുടർന്ന് സാമ്, മാമ് അതുപോലെ തന്നെ അണ്ടർ വെയിറ്റ്, സ്റ്റെൻഡിങ് ഉള്ള കുട്ടികളെ കൃത്യമായിട്ട് കണ്ടെത്തുകയും അവരുടെ രക്ഷിതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് ഈ ഒരു പരിപാടിയിലൂടെ ചെയ്യേണ്ടത്. ഈ പരിപാടി ജനന്തോളം ഡാഷ്ബോർഡിൽ മദർ ആൻഡ് ചൈൽഡ് ന്യൂട്രീഷൻ എന്ന തീമിൽ സ്പെഷ്യൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ക്യാമ്പ് ഫോർ പ്രഗ്നന്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. നാലാമത്തെ പരിപാടി സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ആണ്. ഇന്നേ ദിവസം സംഘടിപ്പിച്ചിട്ടുള്ള വിവിധ പരിപാടികളുടെ ഫോട്ടോയും പോഷൻ പക്കോയുടെ വിശദാംശങ്ങളും ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുകയും വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യുക. ഈ പരിപാടി അതർ എന്ന തീമിൽ IEC ഡിസമിനേഷൻ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ 4 പരിപാടികളാണ് ഏപ്രിൽ 16-ാം തീയതി സംഘടിപ്പിക്കേണ്ടത്. തുടർന്നുള്ള ദിവസങ്ങളിലെ പരിപാടികളുടെ വിവരങ്ങൾ അടുത്ത വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.